കൗരവസഭയിലെത്തിയ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: മഹാരാജാവേ, ഉണ്ടാകുവാൻ പോകുന്ന യുദ്ധം ഒഴിവാക്കി സമാധാനമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങയുടെ രാജവംശം ഏറെ കീർത്തികെട്ടതാണ്. അതിന് ദുഷ്കീർത്തി ഉണ്ടാകുവാൻ പാടില്ല. അങ്ങാണ് രാജാവ്. ധർമ്മം നിലനിർത്തേണ്ടത് അങ്ങയുടെ കടമയാണ്. താങ്കളുടെ പുത്രന്മാർ സ്വാർത്ഥന്മാരും ദുഷ്ടന്മാരുമായി തീർന്നിരിക്കുന്നു. പാണ്ഡവരോടുള്ള വിദ്വേഷം കൊണ്ട് അവരെല്ലാം അന്ധന്മാരെ പോലെയായിരിക്കുന്നു. അത് തടയാത്ത പക്ഷം വലിയ ആപത്താണ് നേരിടുവാൻ പോകുന്നത്. ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇപ്പോഴാണെങ്കിൽ അതിന് തടയിടുവാൻ സാധിക്കും. പുത്രന്മാരെ ധർമാനുസൃതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയേ വേണ്ടൂ. അതുകൊണ്ട് പാണ്ഡവരോട് യോജിച്ച് സമാധാനത്തോടുകൂടി ഇരുന്നാൽ അങ്ങയെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാകുവാനും രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുവാനും ഏകമാർഗം പാണ്ഡവരോടുള്ള വിദ്വേഷം അവസാനിപ്പിച്ച് അവരുമായി ചേർന്ന് സമാധാനം സ്ഥാപിക്കുക എന്നതാണ്.